ഹായ് ഹലോ നമസ്കാരം, ഷാനുവാണ്. ഈ ഒരു വിഷയം മുൻപ് പറഞ്ഞു വിട്ടതാണ് കേട്ടോ. അത് വീണ്ടും പറയാനുണ്ടായ ഒരു സാഹചര്യം ഇപ്പോൾ വന്നതുകൊണ്ട് മാത്രം ഒരിക്കൽ കൂടി ആ വിഷയം പറയാണ്. ക്യാരക്ടർ ജസ്ന സലീം, എല്ലാവർക്കും അറിയാം, ശ്രീകൃഷ്ണന്റെ പടം വരച്ച പ്രശസ്തയായ മുസ്ലിം യുവതി. തട്ടമിട്ട് വരച്ച ചിത്രങ്ങൾക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ സ്വന്തം മുതലിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരു യുവതിയാണ് ജസ്ന സലീം എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴ് ജസ്ന സലീമിനെ കുറിച്ച് അവരിൽ, അതായത് ഹിന്ദുക്കളിൽ തന്നെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഈ അഭിപ്രായങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോഴേ അവര് പ്രതികരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, ഞാൻ ആകെ ചെയ്യുന്ന ഒരു തെറ്റ്, എനിക്കൊരു തൊഴില് കിട്ടിയപ്പോ അത് മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. അതിൽ ഇപ്പം സത്യം പറയച്ച മാനം വരെ പോയി. യഥാർത്ഥത്തിൽ മാനം പോയി. ഇപ്പൊ സമൂഹം എല്ലാം കൂടി എന്നെ നാട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം മറ്റൊരു മതത്തിന്ന് ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്നത്? ഇത്ര വലിയ തെറ്റ്. അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞു തരും. എന്റെ ഒരു തൊഴിലായിട്ട് കാണൂ. ഇത് ഈ വീഡിയോ കാണുമ്പോൾ എന്റെ മതസ്ഥരായിരിക്കും കൈയൊട്ടിച്ചിരിക്കുക, ഇവക്കിത് കിട്ടണോ, ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത്. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവർക്ക് ജസ്ല പറയുന്ന രണ്ട് കാര്യം. അതിൽ ഒന്നാമത്തത്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിവാദങ്ങൾ വരുമ്പോഴേ അവർക്ക് ഭയങ്കര വിഷമമുണ്ട്. സത്യമാണ്, വിഷമമുണ്ട്. ഓക്കെ, ആ വിഷമം ഉണ്ടാകാനുള്ള കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ശ്രീകൃഷ്ണന്റെ പടം വരച്ചിട്ട് അവര് ഹിന്ദുക്കളെ മുതലെടുക്കുകയാണ് എന്നൊരു തോന്നല് പല തരത്തിലുള്ള ഹിന്ദു ഭക്തർക്കുണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അവരുടെ മുൻമത്തിലുണ്ടായിരുന്ന ആൾക്കാർക്ക് സന്തോഷമായിട്ടുണ്ടാകുമെന്ന്, അതായത് മുസ്ലിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടാകുമെന്ന്. അവരിപ്പോഴും മുസ്ലിം ആണെന്നാണ് പറയുന്നത് കേട്ടോ. സുഹൃത്തെ, താങ്കൾക്ക് താങ്കളുടെ മതം വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിൽ അത് വളരെ നല്ല രീതിയിൽ നമുക്കത് ആസ്വദിച്ച് ജീവിക്കാനും പറ്റും. പിന്നെ മുസ്ലിം എന്ന് പറയുമ്പോൾ അതിന് ഓരോ മതത്തിനും അതിൻ്റെതായ ചട്ടക്കൂടുകൾ ഉണ്ടാകും, നിയമങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിനുള്ളിൽ നിന്നും ജീവിക്കുന്നവരെയാണ് മുസ്ലിംസ് എന്ന് പറയാം. ഇപ്പൊ താൻ മുസ്ലിം അല്ല, തനിക്ക് ശ്രീകൃഷ്ണനോടാണ് ഇഷ്ടം, താൻ നരകത്തിൽ പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരു ക്യാരക്ടർ കാണുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ആ മുസ്ലിം എന്ന് പറഞ്ഞ് വരുന്ന ആ മതവുമായി യാതൊരു ബന്ധവും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ മുസ്ലിം ആണെന്ന് ആയിക്കോട്ടെ, നമ്മൾ അതിലൊന്നും വരുന്നില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകുമെന്നാണ്. അതിന്റെ കാര്യം എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കാര്യം, നിങ്ങൾ ഇതുപോലെ ശ്രീകൃഷ്ണന്റെ പടം വരച്ചിട്ട് നിങ്ങൾ അമ്പലങ്ങളിൽ കൊടുക്കുന്നു, ഹിന്ദു ഭക്തർക്ക് കൊടുക്കുന്നു, അവര് നിങ്ങളുടെ ഇത് പൈസ കൊടുത്തിട്ട് ആ സാധനം വാങ്ങുന്നു. അപ്പൊ ഇതുകൊണ്ട് മറ്റു മുസ്ലിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത്? ലാഭം നിങ്ങൾക്കല്ലേ. നിങ്ങൾ വരച്ചു വിൽക്കുന്നു, നിങ്ങൾ അത് ആ ഒരു തൊഴിലായിട്ട് കണ്ടിട്ട് നിങ്ങൾ അതിനെ വിൽക്കുന്നു, നിങ്ങൾ പൈസ വാങ്ങുന്നു. ലാഭം നിങ്ങൾക്കാണ്. നഷ്ടമെന്ന് പറയാൻ പറ്റില്ല. അവർക്കൊരു സാധനം കിട്ടുന്നുണ്ട്, അവർക്കൊരു ശ്രീകൃഷ്ണന്റെ ചിത്രം കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് നഷ്ടമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ലാഭം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ ജോലിക്ക് അനുസരിച്ചുള്ള കൂലി ആയിരിക്കാം, പക്ഷെ എന്നാലും അത് ലാഭം നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് ലാഭം ഉണ്ടായപ്പോൾ സന്തോഷമില്ലാത്ത ഒരു കൂട്ടർക്ക് എന്തിനാണ് നിങ്ങൾക്ക് നഷ്ടവും സങ്കടങ്ങളും വരുമ്പോൾ മാത്രം സന്തോഷം ഉണ്ടാകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആ ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ എന്റെ മതസ്ഥരായിരിക്കും കൈയൊട്ടിച്ചിരിക്കുക, ഇവക്ക് നിങ്ങൾക്ക് നിങ്ങളായിട്ട് വരുത്തി വെച്ച കാര്യങ്ങൾക്ക്, നിങ്ങൾ തന്നെ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ദോഷാനുഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയല്ലേ. അത് കണ്ട് സന്തോഷിക്കുക, മറ്റുള്ളവർ സന്തോഷിക്കും, ഞങ്ങൾ സന്തോഷിക്കും, അങ്ങനെയുള്ള ഈ വെറും വാക്കുകൾ പറഞ്ഞ സത്യത്തിൽ സ്വയം ഉള്ള ഒരു നിലവാരം അത് കളയരുതെന്ന് മാത്രമല്ല എന്റെ അഭിപ്രായം കേട്ടോ. നിങ്ങള് സത്യത്തില് ശ്രീകൃഷ്ണന്റെ പടം വരച്ചു, അതിനെ ഒരുപാട് പൊക്കിക്കൊണ്ടിടക്കാൻ ആൾക്കാരുണ്ടായി. സത്യത്തില് നിങ്ങള് തട്ടമിട്ട് വരച്ചപ്പോൾ അത് ഏറ്റെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായി. അത് പലർക്കും പല രീതിയിലുള്ള ഉപയോഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ ഒരുപാട് ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാർ നിങ്ങളെ വെച്ച് ഉപയോഗപ്പെടുത്തി. ആ ഒരു നിങ്ങളുടെ തട്ടമിട്ട ആ ഒരു സ്വഭാവത്തെ മാത്രമാണ് കേട്ടോ. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ വിറ്റതിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാര്യം, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വിറ്റു. പണ്ട് രാമസ്മുഖനും വിറ്റതാണ്. അദ്ദേഹത്തിന്റെ കഴിവിനെ വെച്ച് അദ്ദേഹം വിറ്റു പണമുണ്ടാക്കി. നിങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്. അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല, നല്ല കാര്യമാണ്. പക്ഷേ മതത്തിൽ നിന്ന് പുറത്തു പോയിന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് ജീവിക്കാൻ ശ്രമിക്കുക. അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ഇസ്ലാം മതമാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോഴ് നിങ്ങൾക്കൊരു നഷ്ടം വരുമ്പോഴോ, നിങ്ങൾക്കൊരു മോശപ്പെട്ട കാലം വരുമ്പോഴോ എന്റെ മതത്തിലുള്ളവർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ മതത്തെ വിശ്വസിക്കുന്നവരാരുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ?
നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന രീതിയിൽ നിങ്ങൾക്കായിട്ടൊരു മതത്തെ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ആരും കാണില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പറയേണ്ടത് എന്റെ മോശാനുഭവം വരുമ്പോ അല്ലെങ്കിൽ എനിക്കൊരു കഷ്ടകാലം വരുമ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞാലേ അത് കുറച്ചുകൂടെ ഒക്കെ നല്ലതായിരിക്കും എന്ന് മാത്രം ഒരു സജഷൻ എനിക്ക് തരാനുള്ള കേട്ടോ. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.